നമ്മൾ ഒരുപാട് സ്ത്രീരത്നങ്ങളെ ബൈബിളിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. അബ്രഹാമും സാറയും ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചു വരാൻ അവരുടെ യാത്രയിൽ ഒരു സീസൺ വന്നപ്പോൾ അവർ അടിമ നുഖത്തിനകത്ത്, അതായത് മിസ്രൈം എന്ന് പറയുന്ന സ്ഥലത്ത്, ഈജിപ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ക്ഷാമകാലത്ത് ഒരല്പസമയം അവരവിടെ താമസിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം കനാൻ ദേശത്തേക്ക് പുറപ്പെട്ടപ്പോൾ ഈ ഈജിപ്തിലുള്ള ഹാഗർ എന്ന് പറയുന്ന ഒരു ലേഡിയെ സാറ തൻ്റെ ദാസിയായി എടുക്കാനിടയായി. ആ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ സാറ ഒരിക്കലും ഹാഗറിനെ ഹാഗർ എന്ന പേര് ചൊല്ലി വിളിച്ചിട്ടില്ല. ദാസി ദാസി എന്നുള്ളതല്ലാതെ ഒരിക്കലും ഹാഗറിനെ സാറയോ ആരും തന്നെ പേര് പറഞ്ഞ് വിളിച്ചിട്ടില്ല. നമുക്കറിയാം, ഈ പേരൊന്നും പറഞ്ഞ് അങ്ങനെ അടിമകളായിരിക്കുന്ന ആൾക്കാർ പണ്ടത്തെ കാലഘട്ടം ഈ കേരളത്തിൽ തന്നെ ഈ ലോകവ്യാപകമായി നമ്മൾ നോക്കുമ്പോൾ നീചത്വങ്ങളുള്ള ഒരു കാലഘട്ടങ്ങളിലൂടെ പോയിട്ടുള്ളതാണ് നമ്മുടെ ഈ രാജ്യം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ പേര് പോലും വിളിക്കുന്നത്, അല്ലെങ്കിൽ ചേട്ടാന്നോ അണ്ണാന്നോ മാമാന്നോ ഒക്കെ നമ്മൾ സംബോധന ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ ആരുടെ അവനെ മാമാന്ന് വിളിക്കാൻ പറഞ്ഞത്, ആരുടെ നീ ചേട്ടാന്ന് വിളിച്ചത്, എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ച കാലഘട്ടം എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്ന് വെച്ചാൽ ജാതി വ്യവസ്ഥയുടെയും അടിമത്ത നുഖത്തിൻ്റെയും ഒക്കെ വളരെ ഈ ലോകത്തെ ഏറ്റവും തീവ്രമായ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിദേശത്ത് അല്ലെങ്കിൽ ഒരു യഹൂദനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരെത്ര ജാതി സ്പിരിറ്റ് ഉള്ളവരായിരിക്കും. അപ്പോൾ അവരുടെ വീട്ടിലുള്ള ആ ഈജിപ്തിലുള്ള അല്ലെങ്കിൽ യഹൂദൻ അല്ലെങ്കിൽ ഈ അബ്രഹാമിൻ്റെ ഭവനത്തിൽ 318 ഒരു മിലിറ്ററി ക്യാമ്പ് തന്നെ നടത്തിയ ആളാണ് അബ്രഹാം. അതിനകത്ത് 5000 പേർക്ക് ഒരു ദിവസം ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ഹാഗർ എന്ന് പറയുന്ന ദാസി, ആ ദാസിയെ ജീവിതത്തിൽ അവരാരും പേരെടുത്ത് വിളിക്കത്തില്ല. ദാസിയെ ദാസിയെന്നേ വിളിക്കത്തുള്ളൂ, സർവൻ്റെന്നേ വിളിക്കത്തുള്ളൂ, എടാ പോടാന്നേ വിളിക്കത്തുള്ളൂ. പക്ഷേ അവരാരും പേരെടുത്ത് വിളിച്ചില്ലെങ്കിലും, നിന്നെ ആരും കൺസേൺ ചെയ്തില്ലെങ്കിലും, നിന്നെ ഒരിക്കലും ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും ഒരാളുണ്ട് നിന്നെ ശ്രദ്ധിക്കുന്ന ഒരാൾ. നിന്നെ പേര് പറഞ്ഞ് വിളിക്കാൻ മനുഷ്യൻ മടിച്ചു നിൽക്കുമ്പോൾ നിന്നെ പേരെടുത്ത് വിളിക്കാൻ മടിയില്ലാത്തൊരു ദൈവം. ഹല്ലേലൂയ. റൺവേ അല്ലെങ്കിൽ ഫ്ലൈറ്റ് എന്നൊക്കെയാണ് ഹാഗറിൻ്റെ പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു റൺവേ, അതായത് വാഗ്ദത്തങ്ങളിലോട്ടുള്ള, വാഗ്ദത്തം ലഭിച്ചവൻ്റെ ലൈഫ്, പ്രോമിസസ് അവൻ്റെ ലൈഫിൽ വെളിപ്പെടുന്നതിന് വേണ്ടി ഒരു വ്യക്തി ഒരു റൺവേ ആയി മാറുകയാണ്. ഹല്ലേലൂയ. ഒരു ഫ്ലൈറ്റിന് പോകാൻ തക്കവണ്ണമുള്ള റൺവേ ആയി ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് ഹാഗർ. അവളുടെ നിലവിളികളും ഞരക്കങ്ങളും പ്രശ്നങ്ങളും അവളുടെ പെറുപെറുപ്പും അവളുടെ പ്രതിയോഗിയിൽ നിന്ന് അവൾ നേരിട്ട കരുണയില്ലാത്ത പ്രതിസന്ധികളും ആരും, ആ കൂടാരവാസികൾ ആരും അറിഞ്ഞില്ല, അവരാരും മൈൻഡ് ചെയ്തില്ലെങ്കിലും സൃഷ്ടിച്ച ഒരു ദൈവം ഇത് കാണുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സ്ത്രീയെ, ഹാഗർ എന്ന് പറയുന്ന ദാസി, അടിമത്ത ദാസി തൻ്റെ കൂടെ ഉള്ളപ്പോൾ തൻ്റെ അബ്രഹാമിനെ സംബന്ധിച്ച്, അബ്രഹാം ഒരു വലിയ പ്രവാചകനാണ്, അബ്രഹാം ഒരു വിശ്വാസ വീരനാണ്, അബ്രഹാം ചെല്ലുന്നിടത്തൊക്കെ യാഗപീഠം പണിയുന്നവനാണ്, അബ്രഹാം അതിഥി സൽക്കാരത്തിന് പ്രിയപ്പെട്ട ഒരു പേര് കേട്ടവനാണ്. അതിഥി സൽക്കാരം, വിശ്വാസ വീരൻ, നല്ലൊരപ്പൻ, നല്ല ഭർത്താവ്, നല്ല യജമാനൻ, നല്ല ഒരു സഹോദരൻ, അങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളിലും സർവസമ്മതനാണ് അബ്രഹാം. ദൈവത്തിൻ്റെ സ്നേഹിതനാണ് അബ്രഹാം. ദൈവത്തിൻ്റെ ശബ്ദം നേരിട്ട് കേൾക്കുന്നവനാണ് അബ്രഹാം. ദൈവത്തിന് യാഗപീഠം പണിയുന്നവനാണ് അബ്രഹാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തനാണ് അബ്രഹാം. പക്ഷേ ഒരു സ്ഥലത്ത് മാത്രം അബ്രഹാം കണ്ണടച്ചു, അത് ഹാഗറിൻ്റെ ലൈഫിൽ മാത്രമാണ്. ഹല്ലേലൂയ. ആരോടും, ഒരു പരിചയമില്ലാത്തവർക്ക് പോലും വീട് തുറന്നു കൊടുത്ത് അതിഥികളെ സൽക്കരിക്കുന്ന അബ്രഹാമിനെ സംബന്ധിച്ച് തൻ്റെ സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീയോട് ഏതൊരു കരുണയും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അവൾക്ക് വേണ്ടി ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭങ്ങളിൽ അബ്രഹാമിന് വിശ്വാസ ചോർച്ചയൊന്നും ഉണ്ടായില്ലെങ്കിലും കൂടെ ജീവിക്കുന്ന സാറയെ സംബന്ധിച്ച് ആ സ്ത്രീ അപ്പോൾ സാറായി എന്നാണ് വിളിക്കുന്നത്.
സാറായിയെ സംബന്ധിച്ച് ഒരിക്കലും ഒരു തലമുറ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് ഉറപ്പിച്ചു. ഹല്ലേലൂയ. ഏകദേശം 86 വയസ്സായപ്പോഴാണ് അബ്രഹാമിന് ഈ ഇസ്മായേൽ ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 86 വയസ്സായ അബ്രഹാമും ഒരു 65 വയസ്സായ സാറയും സംബന്ധിച്ച് നോക്കുമ്പോൾ ഇനി ഒരു തലമുറ ഉണ്ടാകാൻ സാധ്യത ആർക്കില്ല? സാറയ്ക്കില്ല, അബ്രഹാമിനല്ല. അബ്രഹാമിന് സന്തതി ഉണ്ടാകുമെന്നുള്ളത് കൃത്യമായിട്ടും തെളിയിക്കപ്പെട്ടതാണ്. പക്ഷെ ഇവിടെ ഗർഭം അടയ്ക്കപ്പെട്ടിരിക്കുന്നതാരാ? സാറയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇവരോടുള്ള ദൂത് എന്താണ്? സാറയ്ക്ക് അബ്രഹാമിൽ നിന്നൊരു തലമുറ ഉണ്ടാകുന്ന. ദൂതും സാഹചര്യവും തമ്മിൽ ഒരുമിച്ച് പോകുന്നേ ഇല്ല. രണ്ടും രണ്ട് ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത്. ദൂത് നിൽക്കുന്നത് അബ്രഹാമിൽ നിന്നും സാറയ്ക്കൊരു വാഗ്ദത്ത സന്തതി ഉണ്ടാകുന്ന. പക്ഷേ സാഹചര്യം നിൽക്കുന്നത് ഗർഭഫലം അടയ്ക്കപ്പെട്ട് വയസ്സായി ത്വക്കെല്ലാം ചുരുണ്ട് അവരുടെ എല്ലാ ഒരു സ്ത്രീക്കുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും നിന്നുപോയ അവസ്ഥയിൽ ഇനി ഒരു പ്രതീക്ഷയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ കൂടെയുള്ള സാറ, ഭാര്യയായ സാറയ്ക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. നഷ്ടപ്പെട്ട വിശ്വാസത്തിൻ്റെ നടുവിലാണ് സാറ ഒരു തീരുമാനമെടുക്കുന്നത്. ഇതാ എൻ്റെ കൂടെയുള്ള ദാസി. അപ്പം ജാതിയില്ല, മതമില്ല, അപ്പം ദാസിയൊന്നുമില്ല, ഒന്നുമില്ല. അപ്പോഴും വിളിക്കുന്ന ദാസിയാണ്. പക്ഷേ കാര്യം കാണാൻ വേണ്ടി വാടക ഗർഭം. എന്താണ്? ഇന്നും ഉണ്ട് വാടക ഗർഭം, അന്നും ഉണ്ടായിരുന്നു. അതിന് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഇവിടെ ഒരു വാടക ഗർഭം, ഹല്ലേലൂയ, വിലക്കെടുക്കുകയാണ്. അവര് കൂടെയുള്ള ദാസിയെ പറയുകയാണ്. അബ്രഹാമിനോട് 1 വർഷത്തിന് മുമ്പ് പറഞ്ഞു, എൻ്റെ കൂടെ ഒരു ദാസിയുണ്ട്, നിനക്ക് അവളെ ഭാര്യയാക്കാമോ? അബ്രഹാം ഒന്നും മിണ്ടിയില്ല എന്നുള്ളതാണ്. ഒന്നും മിണ്ടിയില്ല. അല്ലെങ്കിൽ അബ്രഹാമിന് പറയായിരുന്നു, സാറേ, ഞാനും നീയും ഞാനും നീയുമായിട്ടുള്ള ബന്ധത്തിനകത്ത് മറ്റൊരു സ്ത്രീയെ കൊണ്ടുവരേണ്ട കാര്യമില്ല. നീ എന്ത് കാര്യമായി ഇത് പറയുന്നത്? നമ്മളോട് ഒരു വാഗ്ദത്തം ദൈവം പറഞ്ഞില്ലേ? ദൈവം ഒരു ദൂത് തന്നില്ലേ? ഇത്രയും വലിയ വാഗ്ദത്തമുള്ള, അപ്പോൾ ഞാനും നീയും ദൈവത്തിലുള്ള അവിശ്വാസമല്ലേ കാണിക്കുന്നത്? നീ എന്താ ഇങ്ങനെ പറയുന്നത്, അവിശ്വാസം പറയുന്നത്? നമുക്ക് എന്നിൽ നിന്നും നിന്നിൽ നിന്നും ഒരു വാഗ്ദത്ത സന്തതി ഉണ്ടാകുമെന്നല്ലേ ദൈവം പറഞ്ഞിരിക്കുന്നത്? അപ്പൊ അതിന് വിരോധമായി നീ എന്തിനാ ഈ ഡ്യൂപ്ലിക്കേറ്റിന്റെ പിറകെ നടക്കുന്നത്? നീ എന്തിനാ ഈ ഒരു സെക്കൻഡ് ചോയ്സിന്റെ പിറകെ നീ എന്തിനാ പോകുന്നത്? നിനക്ക് ദൈവത്തിൽ വിശ്വാസമില്ലേ എന്ന് ചോദിക്കേണ്ട ആളല്ലേ അബ്രഹാം, അല്ലേ? അപ്പോൾ ഒരു വ്യക്തിയല്ല ഇതിൻ്റെ ഉത്തരവാദി. രണ്ടുപേരും തെറ്റുകാരാണ്. കാരണം രണ്ടുപേരുടെ ഉള്ളിലും ഒരു സാഹചര്യം വന്നപ്പോൾ ഒരു അവിശ്വാസം ഉണ്ടാവുകയാണ്. അബ്രഹാമിൻ്റെ വായിൽ നിന്ന് തന്നെ വന്ന് ദൈവത്തിനോട് തന്നെ പറയുകയാണ്, ഇനി എനിക്ക് ഇസ്മായേൽ മതി, ഇനി ഒരു തലമുറ ഉണ്ടാവണമെന്നൊന്നും താല്പര്യമില്ല. അബ്രഹാമിനെ സംബന്ധിച്ച് അങ്ങനെ വാഗ്ദത്ത സന്തതി ഉണ്ടായേ തീരുമെന്നൊന്നും പുള്ളിക്ക് വലിയ ഒരു നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം കെതൂറയിൽ നിന്നും മക്കളുണ്ട്. ദൈവത്തിൽ നിന്ന് വിടുതൽ ഉണ്ടായാലും ഇല്ലെങ്കിലും അബ്രഹാം യാഗപീഠം പണിയും. ഹല്ലേലൂയ. അബ്രഹാമിനെ സംബന്ധിച്ച് ആരാധന എന്ന് പറയുന്നത് വിടുതലിന് വേണ്ടിയുള്ള ആരാധനയല്ല. തന്നെ വിളിച്ചിറക്കിയ ദൈവത്തെ എന്ന് ആ ശബ്ദം കേട്ടു അന്ന് മുതൽ ഒരു നിർബന്ധം വയ്ക്കാതെ, ഒരു കണ്ടീഷൻ വയ്ക്കാതെ ആരാധിക്കുന്നവനാണ് അബ്രഹാം. ഈ കണ്ടീഷൻ വെക്കരുത് ആരാധനയിൽ. ഒന്ന് അടുത്തിരിക്കുന്ന പറഞ്ഞിട്ട് കണ്ടീഷൻ വെച്ച് ആരാധിക്കരുത്. ഹല്ലേലൂയ. ദൈവം ഒരിക്കലും നമ്മളോടൊരു കണ്ടീഷൻ വയ്ക്കുന്നില്ല. അൺകണ്ടീഷൻ ലവ് എന്നാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിനെ പറ്റി പറയുന്നത്. അൺകണ്ടീഷണലായ ലവ്. യേശുവിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ് ആണ്. ഒരു ക്യാൻസർ രോഗി ഈ സഭയിൽ വന്നാൽ നീ സ്നാനപ്പെട്ടാലേ നിന്നെ ദൈവം സൗഖ്യമാക്കുമെന്ന് പറയുന്നത് വേദപുസ്തകാടിസ്ഥാന തെറ്റാ. ഹല്ലേലൂയ. പല സ്ഥലങ്ങളിലും പോകുമ്പോൾ നീ സ്നാനപ്പെട്ടാൽ അത് ചെയ്യാം, നീ രക്ഷിക്കപ്പെട്ടാൽ അത് ചെയ്യാം, നിന്റെ പ്രശ്നം മാറാൻ ഇന്നത് ചെയ്യണമെന്ന് കണ്ടീഷൻ വയ്ക്കുന്ന ആളല്ല ദൈവം. യേശുവിൻ്റെ അടുക്കൽ വരുന്ന സകലരെയും അൺകണ്ടീഷണലായിട്ട് വിടുവിച്ച ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. കർത്താവിൻ്റെ സ്നേഹം അൺകണ്ടീഷണലാണ്. കണ്ടീഷനുകളില്ല. നീ ഇന്ന വസ്ത്രം ധരിച്ചാലേ ഞാൻ നിന്നെ സ്നേഹിക്കൂ, നീ മീശ എടുത്താലേ ഞാൻ നിന്നെ സ്നേഹിക്കൂ, നീ സ്നാനപ്പെട്ടാലേ ഞാൻ നിന്നെ സ്നേഹിക്കൂ, നീ ദശാംശം തന്നാലേ ഞാൻ നിന്നെ സ്നേഹിക്കൂ, നീ പ്രാർത്ഥിച്ചാലേ ഞാൻ നിന്നെ സ്നേഹിക്കൂ. ഒരു കണ്ടീഷനും വെക്കാതെ ഈ ലോകത്തിൽ നിന്നെ സ്നേഹിക്കുന്ന ഒരുവനേ ഉള്ളൂ, അത് യേശു മാത്രമാണ്. യേശുവിൻ്റെ പുറത്ത് ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചോ എന്നൊന്നും കർത്താവ് നിന്നോട് വന്ന് ഒരു വാളും എടുത്തോണ്ട് വന്ന് പ്രാർത്ഥിച്ചില്ലല്ലേ ഇറങ്ങിപ്പോ എന്ന് പറയുന്ന ഒരു യേശു അല്ല നമ്മുടെ യേശു. നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം ഭയങ്കരമാണ്. ആ ദൈവത്തെ അറിഞ്ഞവരെല്ലാം ദൈവത്തെയും അൺകണ്ടീഷണലായിട്ടാണ് സ്നേഹിക്കുന്നത്. ദാനിയേലും യോസേഫും
അല്ലെങ്കിൽ ശദ്രക്, മേശ ഇവരെല്ലാം അൺകണ്ടീഷണലായിട്ടാണ് ദൈവത്തെ അങ്ങോട്ട് സ്നേഹിച്ചത്. യോബ് സ്നേഹിച്ചത് അൺകണ്ടീഷണലായിട്ടാണ്. യോബിന്റെ ലൈഫിനകത്ത് ദൈവത്തെ സ്നേഹിച്ചത് കർത്താവ് കൊടുത്തതെല്ലാം എടുത്തു. നമ്മൾക്കൊന്നും തന്നതുപോലെ ഒരു വീടും 2 വീടും അല്ലെങ്കിൽ ഒരു 2-3 വണ്ടിയും അല്ല പിന്നെ യോബിന് കൊടുത്തത്. യോബിനൊക്കെ 3000 ആടുകൾ, 3000 ഒട്ടകവും, 5000 അങ്ങനെയൊക്കെ ഒട്ടകവും, ഇങ്ങനെയൊക്കെ ഭയങ്കര കോടീശ്വരനായ മൾട്ടി ബില്യണറായ, ഇന്നത്തെ അംബാനിയെക്കാളും വലിയ മൾട്ടി ബില്യണറായിരുന്നു യോബ്. ആ യോബിനാണ് ഒറ്റ രാത്രി കൊണ്ട് സകലതും പോയത്. സകലതും പോയ ഈ യോബ് തൻ്റെ ശരീരവും പോയി, ചിരട്ട കൊണ്ട് തൻ്റെ ശരീരം മാന്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും യോബ് തിരിച്ച് പറയുകയാണ്, ദൈവം തന്നു, ദൈവം എടുത്തു. ആർക്കെങ്കിലും പറ്റുമോ? നമുക്ക് പറ്റത്തില്ല. വളരെ ഈസി ആയിട്ടാണ് പുള്ളി പറയുന്നത്, ദൈവം തന്നു, ദൈവം എടുത്തു. ഞാനൊന്നും കൊണ്ടുവന്നതില്ല, എൻ്റെ ദൈവമാണ് എനിക്ക് തന്നത്, ദൈവത്തിന് തോന്നി എടുക്കാൻ ദൈവം എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് മരിക്കാനെന്നും പെണ്ണും പിള്ളേ എന്നെ കിട്ടത്തില്ലെന്നാണ് ഭാര്യയോട് പറഞ്ഞത്. ഹല്ലേലൂയ. ഭാര്യ പറയുന്നത്, നീ ആരാധിച്ചിട്ട് എന്തായി? ഒന്നും ആയില്ല. നീ ബൈബിൾ എടുത്തോണ്ട് നടക്കുക, നിനക്ക് വല്ലതും കിട്ടിയോ? ഇല്ല, ഒന്നും കിട്ടിയില്ല. നീ തള്ളിപ്പറഞ്ഞിട്ട് മരിക്കേ. പക്ഷേ കർത്താവിൻ്റെ ദാസൻ പറയുക, അൺകണ്ടീഷൻ ലവ്വാ. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നത് എനിക്ക് ദൈവം തന്ന പൊരുളിന്റെ അടിസ്ഥാനത്തിലല്ല, വീടിന്റെ അടിസ്ഥാനത്തിലല്ല, ജോലിയുടെ അടിസ്ഥാനത്തിലല്ല, ജാതിയുടെ അടിസ്ഥാനത്തിലല്ല, നിറത്തിന്റെ അടിസ്ഥാനത്തിലല്ല, പണത്തിന്റെ അടിസ്ഥാനത്തിലല്ല. എനിക്ക് എന്റെ ദൈവം തന്ന ലവ്, സ്നേഹം, അതൊരു അൺകണ്ടീഷണലാണ്. ഹല്ലേലൂയ. ഈ അൺകണ്ടീഷണൽ ലവിൽ നീ നിന്നാലേ നിന്റെ ലൈഫിൽ നീ യേശുവിനെ പ്രസംഗിക്കുമ്പോൾ നിന്റെ കയ്യിൽ 1 രൂപയില്ല. ഞാൻ ഫൈനാൻസ് ബ്ലെസ്സിങ്ങിനെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ പേഴ്സിനകത്ത് പൈസ 1 കോടി രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടല്ല ഞാൻ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. എനിക്ക് കോടികൾ തന്നിട്ടല്ല ഞാൻ ഫൈനാൻസ് ബ്ലെസ്സിങ്ങിനെ കുറിച്ചും പ്രോസ്പെരിറ്റിയെ കുറിച്ചും പ്രസംഗിക്കുന്നത്. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം എന്ന് പറയുമ്പോൾ ഞാൻ മാനുഷികമായി നോക്കിയ എൻ്റെ കാര്യങ്ങൾ ഒന്നും കാണാത്തപ്പോഴാണ് ഞാൻ ആ ബ്ലെസ്സിങ്ങിനെ പ്രസംഗിക്കുന്നത്. പ്രൈസ്. എൻ്റെ ശരീരത്തിൽ രോഗമുള്ളപ്പോഴായിരിക്കും ഞാൻ ഹീലിങ്ങിനെ കുറിച്ച് പ്രസംഗിക്കുന്നത്. കാരണം ദൈവം അൺകണ്ടീഷണലായ ലവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ സാഹചര്യങ്ങളുമായി നമുക്ക് ദൈവത്തെ ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. ആ ദൈവം അൺകണ്ടീഷണലാണ്. കാരണമെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ളതിന് നശ്വരമായ ലോകത്തിലുള്ള ഏതെങ്കിലും ഒന്നിന്റെ അടിസ്ഥാനത്തിലല്ല ദൈവത്തിന്റെ സ്നേഹം. ഒരിക്കലും എല്ലാത്തരും ഇറ്റേണൽ ലവാണ്, ഇറ്റേണൽ കണക്ഷനാണ്, ഇറ്റേണൽ റിലേഷൻഷിപ്പാണ് ദൈവത്തിന്റെ ബന്ധം. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മാത്രമാണ് വാച്ച്, ഡ്രസ്സ്, കാറ്, വീടെല്ലാം ആവശ്യം. ഈ ഭൂമിയുടെ ജീവിതം കഴിഞ്ഞാലും മറ്റൊരു ലൈഫുണ്ട്, അത് അവസാനിക്കാത്തതാണ്. അവിടെ ഇന്ന് നമുക്ക് വേണ്ട ഒന്നും അവിടെ ആവശ്യമില്ല. അവിടെ ദൈവത്തിന്റെ പ്രസൻസ് മാത്രമാണ് നമുക്ക് ആവശ്യം. ഹല്ലേലൂയ. നമ്മൾ ഒരു ദിവസത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തെ സംബന്ധിച്ച് 1000 വർഷത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ്. ദൈവത്തിന്റെ ഒരു ദിവസം നമുക്ക് 1000 വർഷമാണ്. കർത്താവ് ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ 1000 വർഷമാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് 60 വയസ്സ്, 70 വയസ്സ്, 80 വയസ്സ് നമുക്ക് വലുതായിരിക്കും. പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് നമുക്ക് മരണമില്ല. നമ്മൾ ദൈവത്തിന്റെ കൂടെ നിത്യമായി വസിക്കേണ്ടവനായതുകൊണ്ട് ദൈവം പലതും മൈൻഡ് ചെയ്യാത്തത്. നീ എന്നെ ആരാധിച്ച് എൻ്റെ കൂടെ നടന്നോന്നാണ് ദൈവം പറയുന്നത്. ഇത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് മാത്രമല്ല, ഒരിക്കലും അവസാനിക്കാത്ത ഒരു റിലേഷൻഷിപ്പിലാണ് ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ആ ദൈവം അബ്രഹാമിന് ആ വെളിപ്പാടുണ്ട്. അബ്രഹാമിന് ഈ വെളിപ്പാടുള്ളത് കൊണ്ടാണ് അബ്രഹാം വീടൊന്നും വെക്കാനൊന്നും പോയില്ല, കൂടാരം അടിച്ചു. അബ്രഹാം പറഞ്ഞു, എനിക്ക് മക്കൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു എലിയാസർ എന്ന് പറയുന്നത് എൻ്റെ കൂടെയുള്ള പിന്നെ അയാൾക്ക് മക്കളുണ്ട്, വേണമെങ്കിൽ എൻ്റെ സ്വത്തെല്ലാം കൊടുക്കുക. ഈ പുള്ളിക്ക് ഈ കൊടുക്കുന്നില്ലെന്ന് ഒരു കുഴപ്പമില്ല. കാരണം കൂടെ ഉണ്ടായിരുന്ന ലോത്ത് പോകാൻ സമയത്ത് പകുതിയും കൊണ്ടുപോയി. അബ്രഹാം പിടിച്ച് നില്ലേ, നോക്കട്ടെ, എത്ര ആടിനെ കൊണ്ടുപോയി നോക്കട്ടെ എന്നൊന്നും പറഞ്ഞില്ല. കണക്കെടുപ്പിൻ്റെ പരിപാടിയില്ല. കാരണം അബ്രഹാമിനെ അറിയാം, ഈ ആര് കൊണ്ടുപോയാലും ഇതെന്ന് കുറച്ച് നാളത്തെ കാണൂ. ഇന്നുള്ളതെല്ലാം നശ്വരമാണ്, ഇതെല്ലാം അവസാനിക്കാനുള്ള സമയമുണ്ട്. ഇതൊന്നും കണക്കെടുക്കേണ്ട കാര്യമില്ല. കാരണം ഒരു കണക്കെടുപ്പ് യഥാർത്ഥമായി നടക്കുന്ന സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കണക്കെടുത്തോണ്ട് നിന്നിട്ട് കാര്യമില്ല. അപ്പൊ ഒന്ന് പിടിച്ചു വെക്കുന്ന സ്വഭാവം അബ്രഹാമിനില്ല. അബ്രഹാം വിട്ടുകൊടുക്കുന്നവനാണ്. ഹല്ലേലൂയ. അബ്രഹാമിനൊരു നിർബന്ധവും ഇല്ല. അബ്രഹാമിന്റെ ശരീരത്തിൽ പിന്നെ ഉള്ളിൽ നിന്ന് സാറയ്ക്ക് ഒരു വാഗ്ദത്ത സന്തതി ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധം അബ്രഹാമിനില്ല. പക്ഷെ ഇതെല്ലാം അറിയുന്ന ദൈവം പറഞ്ഞു, ഇല്ല, നിന്നിൽ നിന്നും അബ്രഹാമെ, നിന്നിൽ നിന്നും സാറയ്ക്ക് ഒരു തലമുറ ഉണ്ടാകും.
ആ തലമുറയാണ് വാഗ്ദത്ത സന്തതി. പ്രൈസ് ദി ലോർഡ്. ഇതിനിടയിൽ ഡ്യൂപ്ലിക്കേറ്റുകളെ നീ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. ഒരു ഒറിജിനൽ വരുന്നതിന് മുമ്പ് ചില ഡ്യൂപ്ലിക്കേറ്റുകൾ നമ്മുടെ ലൈഫിൽ വരാൻ സാധ്യതയുണ്ട്. ഇന്ന് പകൽ ആ ഡ്യൂപ്ലിക്കേറ്റ് വരാൻ നീ ഒരിക്കലും അനുവദിക്കരുത്. ആ ഒറിജിനലിന് വേണ്ടി നീ കാത്തു നിൽക്കണം. ആ ഒറിജിനലിന് വേണ്ടി നീ കാത്തു നിൽക്കണം. നിന്റെ ലൈഫിൽ ഡ്യൂപ്ലിക്കേറ്റുകൾ കൊണ്ടിടാൻ പിശാച് ശ്രമിക്കുമ്പോൾ അതൊരു ഭാരമായി, ഇടർച്ചയായി നിന്റെ ജീവിതത്തിൽ മാറി നീ ഒരു ദുഃഖമായി മാറാ വ്യാധി പോലെ ആകാതെ നീ ആ ഒറിജിനലിന് വേണ്ടി സമയം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ആത്മാവ് വിളിച്ചു പറയുകയാണ്, ഇന്ന് പകൽ കണ്ണുനീര് കാണുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ജീസസ് നെയിം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ അബ്രഹാമിന്റെ ഭവനത്തിൽ ദാസിയായിട്ട് വന്നവളെ ആരാണ്? സാറ പിടിച്ച് അബ്രഹാമിനോട് പറയാണ്, ഇവളെ ഭാര്യയായി നീ എടുക്കണം, വൈഫായി നീ എടുക്കണം, ഇവളിലൊരു തലമുറ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹാഗർ പറഞ്ഞിട്ടാണോ? അല്ല. അബ്രഹാം പറഞ്ഞിട്ടാണോ? അല്ല. ഇതെല്ലാം ആരുടെ പരിപാടിയാ? സാറയുടെ പരിപാടി. അപ്പൊ അബ്രഹാം ഒന്നും മിണ്ടിയില്ല, ഓക്കെ പറഞ്ഞു, ജപിച്ചു. തലമുറയായപ്പോൾ അബ്രഹാമിന് ഹാഗറിൽ കുഞ്ഞ് ജനിച്ചപ്പോൾ, കുഞ്ഞുണ്ടായപ്പോൾ, ഗർഭം ധരിച്ചപ്പോൾ കൊടുത്ത പിന്നെ ഭാര്യയായി കൊടുത്ത സാറയ്ക്ക് അസൂയ പിടിച്ചു. സാറയ്ക്ക് ഭയങ്കര അസൂയായി. അന്നു മുതൽ ആ വീട്ടിൽ കലഹം തുടങ്ങി. പക്ഷെ ഇതിൻ്റെ ഒന്നും ആവശ്യം, ഒരു പ്രശ്നമില്ലാതെ പോയ വീടല്ലേ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ചില തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അസ്വസ്ഥതയ്ക്ക് കാരണമായി മാറുന്നത്. നമ്മുടെ ചില പ്രശ്നങ്ങൾ, ചില തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾക്ക് കാരണമായി മാറുമെങ്കിലും ആ പ്രതിസന്ധികളെ വരെ മാറ്റുന്നൊരു ദൈവം നമുക്കുണ്ട്. നിന്റെ ലൈഫിലെ ചില തെറ്റുകുറ്റങ്ങളും ചില തെരഞ്ഞെടുപ്പുകളും ഇന്ന് പകൽ നിന്റെ ലൈഫിൽ ചില തകർച്ചകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം, ചില ദുഃഖങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം, ചില വേദനകൾ നിന്റെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുണ്ടാകാം. എന്നാലും ആത്മാവ് പറയുകയാണ്, കർത്താവിന്റെ സന്നിധിയിൽ പരിഹാരമുണ്ട്. പരിഹാരമില്ലാത്ത വിഷയങ്ങളൊന്നുമില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്. എത്ര വലിയ പ്രശ്നങ്ങൾ, ഒരു വാഗ്ദത്തമുള്ള സാറയ്ക്കും അബ്രഹാമിനും തെറ്റുപറ്റി, ശരിയാ. പക്ഷെ ആ തെറ്റിനെ കർത്താവ് ഇറങ്ങി ശാസിച്ചോ? ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ ചിന്തിച്ച ഒരു കാര്യമുണ്ട്. എടാ, വാഗ്ദത്തമുള്ളവരാണ് ഇവർ അവിശ്വാസമാണ് കാണിച്ചത്. പക്ഷെ ദൈവം രാത്രി ഇറങ്ങി, സ്വപ്നത്തിൽ ഇറങ്ങി, ഹാഗറെ, സാറേ, അബ്രഹാമേ, നിങ്ങൾ എന്താ ചെയ്തത്? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കൊരു വാഗ്ദത്ത സന്തതി നിങ്ങളിലൂടെ ഉണ്ടാവും, ഞാൻ തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ അവിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ് കാണിച്ചത്. ശാസിച്ചില്ല. ഈ പരിപാടി നിർത്തിക്കോ, ഒന്നും പറഞ്ഞില്ല. ദൈവം ഇതൊന്നും മൈൻഡ് പോലും ചെയ്തില്ല. അവരുടെ തീരുമാനം അനുസരിച്ച് ഓരോന്ന് ചെയ്തു, അവിശ്വാസം കാണിച്ചു. പക്ഷെ കർത്താവ് ലിസ്റ്റും പാപത്തിന്റെ ലിസ്റ്റും അടിക്കാൻ ചാട്ടുവാറ് കൊണ്ടൊന്നും ഇറങ്ങി വന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതിനു പകരം അവരുടെ തെറ്റുകുറ്റങ്ങളിൽ വന്ന ആ പ്രശ്നങ്ങൾ, ആ വീട്ടിനകത്തുണ്ട കലഹങ്ങൾ, അത് ദൈവം അതിൻ്റെ ഇടയിൽ ഇറങ്ങി വന്ന് അതിനെ പരിഹരിക്കാനിടയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഗ്രേസ് എന്ന് പറഞ്ഞാൽ അബണ്ടൻസ് ഗ്രേസ് ആണ് ഇതിനകത്ത് പോലും വെളിപ്പെട്ടിരിക്കുന്നത്. പഴയ നിയമത്തിനകത്ത് ഗ്രേസ് ഇല്ല എന്ന് പറയുന്നവരുണ്ട്. പഴയ നിയമത്തിനകത്ത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് മുഴുവൻ ഗ്രേസാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്യായ ഗ്രേസ് ഇതിനകത്ത്, അന്യായ കൃപയാ ദൈവത്തിന്റെ മക്കളായ അബ്രഹാമിനും സാറയ്ക്ക് ഇവിടെ വെളിപ്പെട്ടിരിക്കുന്നത്. അവർ കാണിച്ചത് ദൈവത്തോടുള്ള മറുതലിപ്പാ. പക്ഷെ അവരുടെ ആ തെറ്റിനെ കണ്ടില്ലെന്ന് ദൈവം നടിച്ചു. അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിയില്ല ദൈവം. ഹല്ലേലൂയ. ഒന്നും പറഞ്ഞില്ല, ഒന്നും മിണ്ടിയില്ല. അവര് പറഞ്ഞില്ല, പിന്നെന്തിനാ മനുഷ്യൻ പറയുന്നതാണ്. പക്ഷെ വീട്ടിനകത്ത്, ആ അബ്രഹാമിന്റെ ഭവനത്തിനകത്ത് പല വിഷയങ്ങളും സംസാരങ്ങളും അങ്ങ് നടക്കുകയാണ്. കലഹം നടക്കുക. ഹാഗറും സാറയും തമ്മിൽ മുഖത്തോട് മുഖം നോക്കി അടിയ, ബഹളവാ, ചീത്തവിളിയ, ആകെ പ്രശ്നം. ഗർഭം ധരിച്ചിരിക്കുമ്പോൾ തന്നെ ഹാഗർ പ്രശ്നമായി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഹല്ലേലൂയ. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഹാഗറിനെ വഴിയിൽ വെച്ച് ഒരു ദൂതൻ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് വായിക്കാം. 8-ാമത്തെ അധ്യായം വായിച്ചാട്ടെ. 8-ാമത്തെ വാക്യം, 7-ന്റെ 7-8, അതായത് 16-ന്റെ 7-8 വായിച്ചേ. ഇവിടെ ഇപ്പം ഭയങ്കര, ഈ ദൈവം പോലും പറയുക, ഈ സാറയുടെ
ഇപ്പം നമ്മൾ പറയും ഈ സാറ എന്ന് പറയുന്നതൊക്കെ ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് കയറിയ പാർട്ടികളാണ്. സാറ ഒരല്പം കഠിനവും ഒരു പ്രശ്നം സ്വഭാവത്തിൽ ഒരു കഠിനവും, അതായത് സാറ തന്നെ ഇവളെ വീട്ടിനകത്ത് കയറ്റി, സാറ തന്നെ ഭർത്താവിന് ഭാര്യയായി കൊടുത്തു. എന്നിട്ട് ആ സാറയുടെ കഠിനോപദ്രവം കൊണ്ടാണ് ഇറങ്ങി ഓടുന്നത്. അപ്പോഴും ദൈവം സംബോധന ചെയ്യുന്നത് ഭയങ്കര സംഭവമാണ്. സാറായിയുടെ ദാസിയായ ഹാഗറേ. ഹല്ലേലൂയ. അപ്പൊ ഹാഗറേ എന്ന് ആരാ വിളിച്ചത്? ദൈവം വിളിച്ചു. അവിടെയും ദൈവവും പറയുന്നുണ്ട് സാറയുടെ ദാസി. ഹല്ലേലൂയ. നിന്നെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് നീ നിൽക്കണമെന്നുള്ള അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വായിച്ചോ. നീ എവിടെ നിന്ന് വരുന്നു? നീ എങ്ങോട്ട് പോകുന്നു? ഇത് ഭയങ്കര ചോദ്യങ്ങളായതാക. നീ എവിടെ നിന്ന് വരുന്നു? അറിഞ്ഞുകൂടാത്ത ആളാണോ? എവിടെ നിന്ന് വരുന്നെന്ന് അറിയാത്ത ആളാണോ ചോദിക്കുന്നത്? മനുഷ്യനാണോ ചോദിക്കുന്നത്? ഒരു പരിചയമില്ലാത്ത ആളാണോ ചോദിക്കുന്നത്? ദൈവമാണോ ചോദിക്കുന്നത്? നീ എവിടെ നിന്ന് വരുന്നു? നീ എങ്ങോട്ട് പോകുന്നു? ഒരു ബോധമില്ലാത്തവളാണ് ഈ ഹാഗർ. കാരണം ഹാഗറിനെ ബോധപ്പെടുത്താനാണ് ദൈവം ചോദിക്കുന്നത്. നിനക്കറിയാമോ നീ എവിടെ നിന്നാണ് വരുന്നതെന്ന്? നിനക്കറിയാമോ നീ എങ്ങോട്ട് പോകുന്നതെന്ന്? നിന്റെ പോക്ക്, ഇപ്പോഴത്തെ പോക്ക് എങ്ങോട്ടാണെന്ന് നിനക്കറിയാമോ? നീ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാമോ? നീ എങ്ങോട്ടാ പോകുന്നത് നിനക്കറിയാമോ? പ്രൈസ് ദി ലോർഡ്. വായിച്ചോ. സാറയെ വിട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ പറയുകയാണ് സാറായി എന്ന് വെച്ചാൽ വേദപുസ്തകത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യമായിട്ട് ബൈബിളിൽ ആരംഭത്തിൽ തന്നെ ഒരു സ്ത്രീയോട് കീഴടങ്ങിയിരിക്കാൻ പറയുന്ന ഒരൊറ്റ സ്ഥലം ഇതാ. ഹല്ലേലൂയ. നിന്റെ ഭർത്താവ് മൂർഖൻ പാമ്പിനെ പോലെ സ്വഭാവമുള്ളവനാണെങ്കിലും, നിന്റെ യജമാനത്തിയായ സാറ എത്ര വലിയ കഠിന ഉപദ്രവം ചെയ്യുന്നവളാണെങ്കിലും, നിന്നെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് നീ മടങ്ങിപ്പോയി അടങ്ങിപ്പാർക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദ്യമായിട്ട് വേദപുസ്തകത്തിനകത്തൊരു സ്ത്രീയോട് ദൈവം സംസാരിക്കുക. സാധാരണ സ്ത്രീയല്ല, ഒരു അടിമയായ സ്ത്രീയാ. അവളൊരു വാഗ്ദത്തമായി ദൈവം തിരഞ്ഞെടുത്ത ഒരു വിശുദ്ധ ജാതിയിൽ നിന്നുള്ളവളല്ല. അവളൊരു അന്യജാതിയിൽപ്പെട്ടവളാ. അവളുമായിട്ട് ദൈവത്തിന് നിയമം ചെയ്യേണ്ട കാര്യമില്ല. കാരണം അബ്രഹാമുമായിട്ടാണ് ദൈവത്തിന് നിയമമുള്ളത്. പക്ഷേ ഇവള് ദാസിയായിട്ട് വന്നിട്ട് ആരുടെ ഭാര്യ ആയതാ? അബ്രഹാമിന്റെ. അബ്രഹാം ആരുടെ ആളാ? ദൈവത്തിന്റെ അഭിഷിക്തനാ. ദൈവത്തിന്റെ അഭിഷിക്തൻ തൊട്ട ഈ ഹാഗറും വിശുദ്ധമായി മാറുകയാണ്. ദൈവത്തിന് ഇവളെ തൊടേണ്ട കാര്യമില്ല. അവള് പോയാൽ എന്നാ, മരിച്ചാൽ എന്താന്ന് ദൈവം ചിന്തിക്കേണ്ടതാ. പക്ഷേ തൻ്റെ വിശുദ്ധനായ പ്രവാചകനായ അഭിഷിക്തന്റെ ഭാര്യയായ സാറയെ അബീമേലെക്കും ഫറവോനും ഒന്ന് നോക്കിയതേ ഉള്ളൂ. അവരുടെ അരമനയിൽ ദൈവം ഇറങ്ങിയെങ്കിൽ അതേ ഗണത്തിൽ തന്നെ അബ്രഹാമിന്റെ സന്തതിയെ ഗർഭം ചുമക്കുന്ന ഹാഗറിനെ ദൈവം കാണുന്നത് ഒരു അടിമയായിട്ടല്ല. ഇവൻ അഭിഷിക്തനും പ്രവാചകനുമായ അബ്രഹാമിന്റെ ഭാര്യ. അവള് ഈ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടവളല്ല. അവൾക്ക് ഞാൻ വ്യക്തമായ ഒരു വംശമാക്കി ഞാൻ അവളെ മാറ്റും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൾ നിസാര വ്യക്തിയല്ല. തൽക്കാലം നീ മടങ്ങിപ്പോയി അടങ്ങിപ്പാർക്കുക. നമുക്കെല്ലാവർക്കും ഒരു സീസണുണ്ട്. ഹല്ലേലൂയ. ആ സീസണിൽ നമ്മൾ ചില ഇടങ്ങളിൽ അടങ്ങിപ്പാർത്തേ പറ്റത്തുള്ളൂ. ചില സമയങ്ങളിൽ, ചില സീസണുകൾ ദൈവം നിങ്ങളോട് കൽപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ചില സ്ഥലങ്ങളിൽ, ഒരു വീട്ടിലാണെങ്കിലും, ഒരു ജോലി സ്ഥലത്താണെങ്കിലോ, ഒരു ഏരിയയിലാണെങ്കിലോ, ഒരു ദേശത്തിലാണെങ്കിലോ നിങ്ങൾ ഒന്ന് അടങ്ങി പാർക്കേണ്ട ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അവിടെ അടങ്ങി പാർത്താൽ നിന്റെ സ്വന്തം, ചില ആൾക്കാർ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന പെണ്ണുങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടാകുന്നത് ഞാൻ പോകുന്നു, ഞാൻ ഇവിടെ നിന്ന് ഓടിപ്പോകുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാർ. പക്ഷേ ഓടിപ്പോയവരെല്ലാം വഴി വെച്ച് നശിക്കും. ഈ വറചട്ടിയിൽ നിന്നും എരിചട്ടി വീഴുന്നത് പോലെ ആയിരിക്കും ഈ ഓടിപ്പോകുന്ന ആൾക്കാർ. പക്ഷേ നിന്നെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് പിറുപിറുക്കാതെ, ഏത് മൂർഖനെ പോലെയുള്ള വ്യക്തിയാണെങ്കിലും നീ അടങ്ങിപ്പാർത്താൽ, എന്ന് കർത്താവ് പറയുകയാണ്, നിന്റെ സ്ഥിതിയെ ദൈവം മാറ്റാൻ പോവുക. നിന്റെ വലിയ സ്ഥിതികൾക്ക് ദൈവം മാറ്റം വരുത്താൻ പോവുക. ദൈവം പറയുന്നു, ഈ സീസൺ നീ പോകുന്ന ഇടത്ത് മത്സരിക്കാതെ ഏത് മൂർഖം പാമ്പിനെ പോലെയുള്ള
യജമാനന്മാരാണെങ്കിലും ഭർത്താവാണെങ്കിലും ആരാണെങ്കിലും നിന്നെ ദൈവമാക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് നീ അടങ്ങി പാർത്താൽ ദൈവം നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. ഹല്ലേലൂയ. എത്ര വലിയ പെയിൻ ആയിരിക്കും അവൾക്ക് സംഭവിച്ചത്. നാണം കെട്ടായിരിക്കും തിരിച്ചു പോയത്. നാണം കെട്ടാ തിരിച്ചു. പക്ഷേ ഹാഗർ അതിന് തയ്യാറായി. നമ്മളെ ചില ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ ചില അഭിഷിക്തന്മാരിലൂടെയും ഒക്കെ സംസാരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈഗോ കയറിയിട്ട് നമ്മളത് അനുസരിക്കാൻ കൂട്ടാക്കത്തില്ല. ഞാൻ പോകത്തില്ല. ഞാൻ പറയട്ടെ, ചിലപ്പോഴൊക്കെ ദൈവദാസന്മാരോ നിങ്ങളുടെ അപ്പനോ അമ്മയോ നിങ്ങളുടെ മുതിർന്നവരൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ ആദ്യം കഴിക്കുമെങ്കിലും പിന്നീട് അത് മതിരിക്കാനിടയായും. ഹല്ലേലൂയ. ഒരിക്കലും ചാടിക്കേറി ഒരു തീരുമാനം നമ്മൾ എടുക്കരുത്. ആ തീരുമാനങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ ഹാഗർ ഈഗോ ഉള്ളവളായിരുന്നെങ്കിൽ ഇനി ഞാൻ ആ വീട്ടിൽ പോകത്തില്ല. ഞാൻ അവിടുന്ന് ആ സാറയോട് ഇനി ജീവിതത്തിൽ നിങ്ങളെ മുഖം എനിക്ക് കാണണ്ട, ഈ വീട്ടിൽ ഞാൻ കയറത്തില്ല, വല്ല പരിപാടി മതിയാക്കി, ഇനി എന്നെ നോക്കണ്ട, നീ പോടി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ പോയത്. യജമാനത്തി അന്ന് വരെ വിളിക്കാത്ത എല്ലാ ചീത്തയും വിളിച്ചിട്ടായിരിക്കും ഇറങ്ങിയ. പക്ഷേ ഹാഗർ ദൈവശബ്ദം കേട്ടപ്പോൾ കീഴ്പ്പെട്ടു. അവരെന്നെ അടിച്ചു കൊന്നാലും കുഴപ്പമില്ല, ദൈവശബ്ദം കേട്ടു. എൻ്റെ തലമുറയ്ക്ക് വേണ്ടി. ചില തീരുമാനങ്ങൾ നീ എടുക്കുന്നത് നിന്റെ തലമുറകൾക്ക് വേണ്ടിയായിരിക്കണം. ആ ഹാഗർ അന്നെടുത്ത തീരുമാനം എന്താണ്? വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് വേണ്ടി ഒരു തീരുമാനം എടുക്കുക. ഈ ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ അനുസരിക്കും. ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി, എൻ്റെ കുഞ്ഞിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഭാവിക്ക് വേണ്ടി ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദത്തിന് കീഴ്പ്പെടുകയാണ്. ഇന്ന് നീ എടുക്കുന്ന ചില തീരുമാനങ്ങൾ നിന്റെ തലമുറയ്ക്ക് ഒരു വിടുതലാകാൻ പോവുക. നിന്റെ തലമുറയുടെ വിടുതല് നീ എടുക്കുന്ന ചില തീരുമാനങ്ങളാ. നിന്റെ തലമുറയുടെ നന്മകൾ, നിന്റെ തലമുറ വിടുവിക്കപ്പെടുന്നത്, നിന്റെ തലമുറയ്ക്ക് നല്ലൊരു ഭാവി വെളിപ്പെട്ടു വരുന്നത് ദൈവത്തിന്റെ പ്രവാചകന്റെ ശബ്ദം, ദൈവത്തിന്റെ ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ ശബ്ദം നീ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ തലമുറയുടെ വിടുതലുകൾ നിന്റെ കരങ്ങളിൽ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. ജീസസ് നെയിം. ഹല്ലേലൂയ. നിന്റെ തലമുറ വിടുവിക്കപ്പെടാൻ പോവുക. ദൈവസന്നിധിയിൽ ചില തീരുമാനങ്ങളുണ്ട്. എൻ്റെ മാതാവിൻ്റെ തീരുമാനമാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ചില മാതാപിതാക്കളുടെ തീരുമാനങ്ങളാണ് തലമുറയുടെ വിടുതൽ. ഹല്ലേലൂയ. അതിൽ ഈഗോ എന്ന് നോക്കി നിൽക്കരുത്, നാണം നോക്കി നിൽക്കരുത്. എത്ര അപമാനിക്കപ്പെട്ടാലും ദൈവനാമത്തിൽ നീ കീഴ്പ്പെട്ടാൽ നിന്റെ ജീവിതം മാറി മറിയുവാനിടയാകും. നീ നിഗളിച്ചാൽ, നീ മത്സരിച്ചാൽ നീയും നിന്റെ തലമുറയും നശിക്കും. പക്ഷേ നീ അനുസരിച്ചാൽ നീയും നിന്റെ തലമുറയും ഒരു ജാതിയായി മാറാൻ പോയ. ഹല്ലേലൂയ. ചില സമയത്തൊക്കെ നമുക്ക് ചില വീടുകളിലൊക്കെ താമസിക്കാനും ചിലരോടൊക്കെ ഒരുമിച്ച് പോകാനും, അമ്മാവി അമ്മയോട് ഒരുമിച്ച് പോകാനും, മരുമക്കളോട് ഒരുമിച്ച് പോകാനും, മക്കളോട് ഒരുമിച്ച് പോകാനും വലിയ കഷ്ടമായിരിക്കും. വലിയ കഷ്ടമായിരിക്കും. പലരോടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഒരിക്കലും സാധിക്കാത്ത രീതിയിലുള്ള അവഗണനയും അപമാനവും നമ്മുടെ ലൈഫിൽ വെളിപ്പെടാനിടയാകും. പക്ഷേ ദൈവം പറയുന്ന സീസൺ വരെ നമ്മൾ ചില സ്ഥലങ്ങളിൽ നിന്നേ പറ്റത്തുള്ളൂ. കറക്റ്റ് സമയമാകുമ്പോൾ ദൈവം നമ്മളെ കെട്ടുപൊട്ടിക്കാനിടയാകും. പ്രൈസ് ദി ലോർഡ്. അവിടെ നീ എല്ലാ അധിക്ഷേപവും, എല്ലാ അപമാനവും, എല്ലാ നിന്ദയും അനുഭവിച്ചാണ് നീ ചില ഇടങ്ങളിൽ താമസിക്കുന്നത്. ഇന്ന് നിന്റെ ജീവിതം നിന്ദകളുടെ, അപമാനത്തിന്റെ, പരിഹാസത്തിന്റെ കൈപ്പേറിയ അനുഭവത്തിലായിരിക്കാം. പക്ഷേ അതിനൊരു സീസൺ ഉണ്ട്. സമയമാകുമ്പോൾ ദൈവം തന്നെ നിന്നോട് പറയും, ഇവിടെ വിട്ടുപോകാൻ, അവിടെ വിട്ടുപോയ്ക്കോ, ഇറങ്ങിക്കോ, സമയമായി എന്ന് പറയുന്ന സമയം നിന്റെ ലൈഫിൽ വെളിപ്പെടും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ സ്ത്രീ അവിടെ വെച്ച് ഈ മടങ്ങിപ്പോകാൻ മാത്രമല്ല ദൈവം പറയുന്നത്. ആദ്യമായിട്ട് ആ സ്ത്രീയോട്, വേദപുസ്തകത്തിൽ ഒരു സ്ത്രീയോട് ദൈവം, അത് ജാതീയ സ്ത്രീയോട് ദൈവം ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ്. ആ വാഗ്ദത്തമാണ് അതിനകത്ത് എഴുതിയിട്ടുണ്ട്, നിന്നെയും നിന്റെ സന്തതിയെയും ഞാനൊരു ജാതിയാക്കി മാറ്റും. നിന്നെയും നിന്റെ സന്തതിയെയും ഞാൻ വലിയൊരു ജാതിയാക്കി മാറ്റും. നോക്ക, ഒരു മിസ്രൈമ്യ സ്ത്രീയാണ് അബ്രഹാമിന്റെ സന്തതിയെ പ്രസവിച്ച് അവളൊരു ജാതിയാവും എന്ന് പറയുക. അപ്പൊ ദൈവത്തിന് മനുഷ്യന് തോന്നാത്ത പരിഗണനയും മനുഷ്യന് തോന്നാത്ത ഫേവറും ദൈവത്തിന് നിന്നോട് തോന്നും. മനുഷ്യൻ തള്ളിക്കളയുന്നവരെ ദൈവം ഏറ്റെടുക്കാനിടയാകും.
മനുഷ്യന് വേണ്ടാത്തവരെ കർത്താവ് പുറത്തു കൊണ്ടുവരാനിടയാകും. ആദ്യമായിട്ട് വേദപുസ്തകത്തിൽ ഒരു സ്ത്രീ, നമുക്കറിയാം എൽശദായിയായ ദൈവം, യഹോവ ശമ്മ, യഹോവ ശാലോ, യഹോവ എന്തുവാ റാഫ, അങ്ങനെ എന്തെല്ലാം പേരില്ല ദൈവം അറിയും. പക്ഷേ ഈ വേദപുസ്തകത്തിൽ ഒരു സ്ത്രീ ദൈവത്തിന് പേരിട്ടു. ഹല്ലേലൂയ. അത് ഹാഗറ. ഒരു സ്ത്രീ ദൈവത്തിന് പേരിടുക. ആ സ്ഥലത്ത് എന്നെ കണ്ടവൻ, അവിടെ അവൾ പറയുന്നുണ്ട് ഒരു കാര്യമുണ്ട്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ. നോക്ക, ഒരു മിസ്രൈമേ സ്ത്രീയാ, ഒരു ജാതീയ ഒരു സ്ത്രീയാ. അവൾ പറയുകയാണ് എന്നെ കണ്ടവൾ. അതായത് അബ്രഹാമിന്റെ ഭാര്യയായി മാറാനുള്ള ഒരു യോഗ്യതകളും ഇവൾക്കില്ല. അവളെ യജമാനത്തി എന്ന് അബ്രഹാമിന്റെ ഭാര്യയാക്കിയോ, അപ്പോൾ അവൾ ഒരു കാര്യം മനസ്സിലാക്കി, എന്നെ കാണുന്നൊരു ദൈവമുണ്ട്, എന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. ഒരു കൊട്ടാരത്തിൽ രാജാവിൻ്റെ ഒരു കൊട്ടാര സദൃശ്യമായ ലൈഫിൽ ഒരു രാജാവിൻ്റെ ഭവനത്തിൽ ദാസിയായി, അടുക്കളക്കാരിയായി, ബാല്യക്കാരിയായി വന്നവൾ അടുത്ത ദിവസം ആ രാജകൊട്ടാരത്തിൽ അരമനയിൽ രാജാവിൻ്റെ പള്ളിമെത്തയിൽ പള്ളി അറയിൽ കിടക്കുകയാണെങ്കിൽ അത് ദൈവം അറിയാതെ അല്ല എന്നുള്ള വെളിപ്പാട് ഈ ഹാഗറിന് അവിടെ വെച്ച് ഉണ്ടായി. അവൾ അതുകൊണ്ടാണ് പറഞ്ഞത്, എന്നെ അവിടെ വെച്ച് കണ്ട അതേ ദൈവം ഈ മരുഭൂമിയിൽ എന്റെ ഒറ്റപ്പെടലിന്റെ നടുവിൽ എന്നെ ഇവിടെയും കണ്ടു. അതുകൊണ്ട് ഈ സ്ഥലത്തിന് ഞാനൊരു പേരിടുകയാണ്. അതുകൊണ്ട് അവിടെ ഒന്ന് വായിച്ചാട്ടെ, 14. ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. അതുകൊണ്ട് ആ കിണറ്റിന് ലഹയി റോയി ഹല്ലേലൂയ എന്ന് പേരായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സ്ഥലത്തിന് ഒരു ഹാഗർ എന്ന് പറയുന്ന സാധാരണ സ്ത്രീ പേരിടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഏത് ഒരു മനുഷ്യനെ നമ്മൾ നിസ്സാരമായി കാണരുത്. ഒരു വ്യക്തികളെ പോലും നമ്മളെ വീട്ടിൽ ജോലിക്കാരിയായിട്ട് വരുന്നവളെ ആയിരിക്കും നാളെ ചിലപ്പം മെഗാ ചർച്ചിന്റെ ഭാഷയിൽ വരുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഇന്ന് നിങ്ങളുടെ ജോലിക്കാരിയായി നിൽക്കുന്നവളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങിയാൽ അവൾ പറയുന്ന ദൂതും അവൾ നിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ വരുത്തുമെന്ന് ദൈവത്തിന് തോന്നിയാൽ അവൾ നിന്നേക്കാൾ വലിയവളാക്കാൻ, നിനക്ക് മുമ്പായി നിന്നെ ഓവർടേക്ക് ചെയ്യുന്ന ചില ബ്ലെസ്സിങ് നിന്റെ വീട്ടിലെ വേലക്കാർക്ക് കൊടുക്കാൻ ദൈവത്തിന് സാധിക്കും. അവിടെ വീട്ടിലെ യജമാനനും യജമാനത്തിക്ക് പോലും കിട്ടാത്ത ഫേവർ ആ വീട്ടിലെ വേലക്കാരിയായ ഹാഗറിന് ദൈവം കൊടുക്കുകയാണ്. അതാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്, എനിക്ക് ബോധിച്ചവനെ ഞാൻ അനുഗ്രഹിക്കും, എനിക്ക് കരുണ തോന്നുന്നവനോട് എനിക്ക് കരുണ തോന്നും, എനിക്ക് കൃപ തോന്നുന്നവനോട് എനിക്ക് കൃപ തോന്നും, എനിക്ക് സ്നേഹിക്കണമെന്ന് തോന്നുന്നതിനെ ഞാൻ സ്നേഹിക്കും, ഞാൻ തിരഞ്ഞെടുക്കുന്ന തോന്നുന്നവനെ ഞാൻ തിരഞ്ഞെടുക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് വലിയ വ്യത്യാസമാണ്. നയമാൻ എന്ന് പറയുന്ന കുഷ്ഠരോഗം പിടിച്ചവന്റെ വീട്ടിലെ വേലക്കാരിയാണ് അവനോട് സുവിശേഷം പറഞ്ഞത്. ഇവിടെ അബ്രഹാമിന്റെ വീട്ടിൽ വേലക്കാരിയായി വന്നവൾ ഗർഭം ധരിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് 10-20 വർഷമായിട്ട് ഇവിടെ സാറയ്ക്ക് വാഗ്ദത്ത സന്തതി ഉണ്ടായിട്ടില്ല. പക്ഷേ വീട്ടിന് ജോലിക്ക് വന്നവൾ അവിടുത്തെ യജമാനത്തിയായി മാറി. ഹല്ലേലൂയ. അവിടെ അവൾക്ക് ദൈവത്തിന്റെ കൃപ കടാക്ഷം ലഭിച്ചു. അവൾ ഗർഭം ധരിച്ചു. അവൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. അവളുടെ മരുഭൂമിയുടെ അവസ്ഥയിൽ ദൈവം ഇറങ്ങി വന്നു. അതായത് മനുഷ്യൻ ഒരു സ്ലേവായി കാണുന്നവരെ ദൈവം യജമാനനാക്കി മാറ്റും. ഹല്ലേലൂയ. നമ്മൾ പലരെയും നിസ്സാരമായി കാണാറുണ്ട്. അവരെ ദൈവത്തിന്, നമ്മളൊക്കെ വലിയ ആൾക്കാർ, നമ്മളെയൊക്കെ ദൈവം തിരഞ്ഞെടുത്തത് നമ്മൾ എന്തോ വലിയ ആളായതുകൊണ്ട് അവനെയൊക്കെ ദൈവം തിരഞ്ഞെടുക്കും. ദൈവത്തിന് ഒരു നിമിഷം മതി ഒരു മദ്യപാനിയെ മാനസാന്തരപ്പെടുത്താൻ. ദൈവത്തിന് ഒരു നിമിഷം മതി ഒരു വ്യഭിചാരിയെ മാനസാന്തരപ്പെടുത്താൻ. നമുക്ക് പ്രിജൂഡിയസ് മൈൻഡോടെ ആരെയും കാണാൻ പറ്റത്തില്ല. ഒരു മുൻവിധിയോടെ പലരെയും നമ്മൾ കാണരുത്. കാരണം നമ്മൾ വിശുദ്ധരാണ്, നമ്മൾ പെർഫെക്റ്റ് ആണ്, ഐ ആം പെർഫെക്റ്റ് എന്ന് പറഞ്ഞ് നടക്കുന്നവനേക്കാളും ദൈവം സ്നേഹിക്കുന്നത് ഈ സമൂഹത്തിലെ ആർക്കും വേണ്ടാത്ത ചിലരെ, ദൈവം നിസ്സഹായരായ ചിലരെ, നിലവിളിക്കുന്ന ചിലരെ, കരയുന്ന ചിലരെ തിരഞ്ഞെടുക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ഹാഗറിനെയാണ് ദൈവം സ്നേഹിച്ച് മടക്കി കൊണ്ടുവന്നു. ആ വീട്ടിനകത്ത് താമസിച്ചു. അടുത്ത 17-ാമത്തെ അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ അബ്രഹാമും ആദ്യമായിട്ട് തൻ്റെ അഗ്രചർമ്മം ആ ശുശ്രൂഷ ചെയ്തപ്പോൾ അതേ സമയത്ത് തൻ്റെ മകനും അതേ ശുശ്രൂഷ ആദ്യമായിട്ട് അബ്രഹാമിൻ്റെ സന്തതിയിൽ ഇസ്മായിലാണ് ആ പരിച്ഛേദനയേറ്റത്. ഹല്ലേലൂയ. ആ ശുശ്രൂഷ പോലും ആദ്യം കിട്ടിയതവനാ. എന്നാൽ 21-ാം അധ്യായത്തിൽ വരുമ്പോൾ സാറയെ ദൈവം കടാക്ഷിച്ചു.
തനിക്ക് വാഗ്ദത്ത സന്തതി ഉണ്ടായി. വീട്ടിനകത്ത് വലിയ പ്രശ്നമായി. കൊച്ചിന്റെ മുഖം കണ്ടതും ഇനി അവളെവിടെ താമസിക്കുക, എൻ്റെ അവകാശത്തെ, എൻ്റെ വാഗ്ദത്തത്തെ ഇനി ഈ വേലക്കാരി അടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ അടിയായി അവിടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവർക്കും അവകാശം കൊടുത്തു. പക്ഷേ അബ്രഹാം തൻ്റെ ഭാര്യയ്ക്കും, അതായത് ആദ്യം തനിക്കുണ്ടായ കുഞ്ഞനായ ഇസ്മായേലിനും ഭാര്യയ്ക്കും കൊടുക്കുന്നത് ഒരു തുരുത്തി വെള്ളവും കുറച്ച് അപ്പവും. മനസ്സിലായി? ഒരൊറ്റ അവകാശം കൊടുത്തില്ല, ഒരവകാശം കൊടുത്തില്ല. ഹാഗറിനൊരു പരാതിയില്ല. കാരണം ഹാഗർ വാഗ്ദത്തം കേട്ടിട്ടുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. വീട്ടിൽ ഭയങ്കര പ്രശ്നമായി. അബ്രഹാം ആദ്യമായിട്ട് സംസാരിച്ചു. അപ്പോഴും ഉടനെ ദൈവം അവിടെ ഇറങ്ങിയിട്ട് പറഞ്ഞു, നിന്റെ ഭാര്യ പറയുന്നത് തൽക്കാലം നീ കേൾക്ക്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പ്രശ്നം ഉണ്ടാക്കണ്ട, അവളെ പറഞ്ഞു വിട്, ഞാൻ നോക്കിക്കോളാം അവളെ. നിന്റെ 350 പൈസയിലെ വീടും സ്ഥലവും അവന് വേണ്ട. ഹല്ലേലൂയ. നിന്റെ കാറും നിന്റെ സ്ഥലവും നിന്റെ 5 സെന്റ് സ്ഥലവും ഇതൊന്നും വേണ്ട. ഞാൻ ഓൾറെഡി അവളുടെ കണ്ണുനീരിൻ്റെ നടുവിൽ മരുഭൂമിയിൽ വെച്ച് ഞാൻ അവളെ സന്ദർശിച്ച് ഞാൻ അവളോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ഒരു തുരുത്തി വെള്ളത്തിലോ അടയിലോ അല്ല അവസാനിക്കുന്നവളല്ല അവൾ. നിന്റെ അപ്പനും അമ്മയും നിന്നെ ക്രിസ്തുവിനെ പ്രതി തള്ളിപ്പറഞ്ഞാലും തള്ളിക്കളഞ്ഞാലും, നിന്റെ ഭാര്യ തന്നെ തള്ളിക്കളഞ്ഞാലും, നിനക്ക് അവകാശമുള്ള പലതും, നിന്നെ അർഹതപ്പെട്ട പലതും നിന്റെ കയ്യിൽ വരേണ്ട ഇടത്ത് മറ്റു പലരും അത് അടിച്ചോണ്ട് പോകുമ്പോഴും നീ ഒറ്റപ്പെട്ടവൻ, ഏകനുമായി അവകാശങ്ങളൊന്നും ലഭിക്കാതെ ഉപയോഗിച്ചിട്ട് കരിവേപ്പല പോലെ കരിവേപ്പല പോലെ പലരും നിന്നെ യൂസ് ചെയ്തിട്ട് കഴിഞ്ഞ നാളുകളിൽ ഇന്ന് വരെ നിന്റെ ജീവിതത്തിനകത്ത് പലരും നിന്നെ യൂസ് ചെയ്ത് ഒരു ബാസ്ക്കറ്റിൽ വലിച്ചെറിഞ്ഞ ഒരു വ്യക്തിയാണ്, ഒരു വേസ്റ്റാണ് നീ എന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ അവളുടെ ഹൃദയത്തിലൂടെ പുള്ളിയാൻ മിന്നുന്നത് പോലെ ഹാഗറിന് തോന്നിയൊരു കാര്യമുണ്ട്. അവൾ പോകുന്നതിന് മുമ്പ് അബ്രഹാമിന്റെ മുഖത്തൊന്ന് പാളി നോക്കി. എന്നിട്ട് അവളുടെ ഹൃദയത്തിൽ പറഞ്ഞു, അബ്രഹാമേ, നീ എന്റെ ഭർത്താവാ, നീ എന്നെ സ്നേഹിച്ചതാ, നിന്റെ തലമുറയെ പ്രസവിച്ചതാ. പക്ഷേ നിന്റെ മുഖം ഇന്ന് ഞാൻ കാണുമ്പോൾ ഒരു തുള്ളി പോലും കരുണ നിനക്ക് എന്നോടില്ലല്ലോ. ഒരു തുള്ളി പോലും ഞാനും നീ ഒരുമിച്ച് ജീവിച്ച താമസിച്ച ദിവസങ്ങളിലെ ആ ഒരു സ്നേഹത്തിന്റെ ഒരു തരി പോലും നിങ്ങൾ കാണുന്നില്ലല്ലോ. ഒരുപക്ഷെ ഇതിനകത്തിരിക്കുന്ന നീ നിന്റെ സ്വന്തം ഭർത്താവിൽ നിന്നും ഒരു കരുണ പോലും കിട്ടാത്ത, ഒരു സ്നേഹം പോലും കിട്ടാത്ത, ഒരു വാക്കുകൊണ്ട് പോലും ഒരു അംഗീകാരം കിട്ടാത്ത, നിന്റെ ഈ ലോകത്ത് വേറെ ആരിൽ നിന്നൊക്കെ എന്തൊക്കെ സ്നേഹം കിട്ടിയാലും അപ്പൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ, ഇവരിൽ നിന്നൊക്കെ നമ്മൾ പോലും അറിയാതെ പ്രതീക്ഷിക്കും. പലർക്കും നമ്മുടെ പണം മതി, പലർക്കും നമ്മുടെ പണമാണ് ആവശ്യം, വസ്തുവകയാണ്, അവർക്ക് നമ്മളെ വേണ്ട എന്നൊരു സ്ഥിതി. പക്ഷേ ഹല്ലേലൂയ, നിന്നെ ആരൊക്കെ യൂസ് ചെയ്ത് കരിവേപ്പല പോലെ ചവച്ചു തുപ്പി എറിഞ്ഞാലും ഇന്ന് പകൽ നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തെ ഏറ്റവും ഹൃദയം തകർന്നു പോകുന്നത് റിജക്ഷൻ അനുഭവിക്കുമ്പോഴാണ്. ഈ ലോകത്ത് ഒരാൾ വന്ന് 2 അടി തന്നാൽ നമുക്ക് വലിയ പ്രശ്നമല്ല. അടിച്ചു, അടി കൊള്ളാം, ഒരു വലിയ വേദന. കുറച്ച് ദിവസം കഴിയുമ്പോൾ അടിയിലെ വേദനയെ മാറും, നമ്മൾ അങ്ങ് മറക്കുമ്പോൾ പോട്ടെന്ന് പറയും. നമ്മളെ ആരെങ്കിലും വിളിച്ചങ്ങോട്ട് തെറി വിളിച്ചാലും നമ്മൾ കുഴപ്പമില്ല, അവൻ്റെ വിവരക്കേടെന്ന് പറഞ്ഞ് പോകും. പക്ഷേ നമ്മൾ സ്നേഹിക്കുന്ന, നമ്മളെ ബ്ലഡ് റിലേഷൻഷിപ്പിലുള്ള നമ്മുടെ സ്വന്തക്കാർ, നാട്ടുകാർ നമ്മളെ തള്ളിക്കളഞ്ഞാലും നമുക്കൊരു വിഷയമല്ല. പക്ഷെ നമ്മുടെ സ്വന്തം രക്തബന്ധങ്ങൾ നമ്മളെ തള്ളിക്കളയുമ്പോൾ ഉണ്ടാകുന്ന റിജക്ഷൻ, അത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പെയിനാണ്. അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അതറിയൂ. ആ രക്തബന്ധത്തിൽപ്പെട്ടവർ നമ്മളെ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുമ്പിൽ മുഖം മാറി നമ്മളെ കാണാതെ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ ഒരു വ്യക്തി കടന്നു പോകുന്ന പെയിൻ എന്ന് പറയുന്നത് അത് ലോകത്തിലെ ഏറ്റവും വലിയ പെയിനാണ്. അതനുഭവിച്ചവളാണ് ഹാഗർ. ആ ഹാഗർ തൻ്റെ കുഞ്ഞിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, അബ്രഹാമിൻ്റെ ഹൃദയത്തിൽ ഒരു തുള്ളി കണ്ണുനീര് പോലും ഉണ്ടായിരുന്നോ? ഒരു തേങ്ങൽ പോലും വന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. എത്ര കഠിനമായ ഹൃദയത്തോടെ ആയിരിക്കാം അബ്രഹാം അവിടെ നിന്നത്. പക്ഷേ ഹാഗർ തിരിഞ്ഞ് നോക്കുകയാണ്. എപ്പോഴെങ്കിലും ഒരു നിമിഷമെങ്കിലും അബ്രഹാമിന് മാനസാന്തരപ്പെട്ടിട്ട് മോനെ വന്ന് കെട്ടിപ്പിടിക്കും, പോണ്ടാന്ന് വിളിച്ചു പറയും, ഇവിടെ നിന്നോന്ന് പറയും. അബ്രഹാമിന് വേണ്ടെങ്കിൽ അധികാരമുണ്ട്. അബ്രഹാം അങ്ങനെ തീരുമാനമെടുത്താൽ ഹല്ലേലൂയ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അബ്രഹാമിന്റെ വിളി കേൾക്കുന്നില്ല, സാറയുടെ വിളി കേൾക്കുന്നില്ല.
കേൾക്കുന്നില്ല. 318 പേര് അതിനകത്തുണ്ടായിരുന്നു. അവരും അവരെ കൊച്ചുങ്ങളെ ഇവരെ കൂടെ ഫോളോ ചെയ്യുന്നില്ല. അവൾ വീണ്ടും ഒറ്റപ്പെട്ടവളായി മരുഭൂമിക്കകത്ത് പോയപ്പോൾ കുഞ്ഞിനെ മാറ്റിക്കിടത്തിയിട്ട് ആ കുഞ്ഞിനെ പിന്നെ വെള്ളം കൊടുക്കാനില്ലാതെ ആ വിശന്ന് കരയുന്ന കുഞ്ഞിന്റെ മരണം കാത്ത് അവൾ മാറി കുഞ്ഞിനെ നോക്കാതിരിക്കുമ്പോൾ അവിടെയും എന്നെ കാണുന്നവൻ എന്നെ കണ്ടു എന്ന് പറഞ്ഞ അതേ ആ സ്ത്രീ വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിന്റെ ആ മഹത്വം കാണുകയാണ്. ആ മരുഭൂമിക്കകത്ത് ഒറ്റപ്പെട്ട് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ മരണത്തെ കാത്തിരുന്ന, കുഞ്ഞിന്റെ മരണം വേണ്ടി കാത്തിരുന്ന, പ്രതീക്ഷകൾ അസ്തമിച്ചിരുന്നവരുടെ നടുവില് എന്റെ ദൈവം, മനുഷ്യൻ നിന്നെ കൈവിട്ടാലും, ബന്ധുക്കൾ നിന്നെ കൈവിട്ടാലും, ഭാര്യ നിന്നെ കൈവിട്ടാലും, ഭർത്താവ് നിന്നെ കൈവിട്ടാലും, മക്കൾ നിന്നെ കൈവിട്ടാലും, നിന്റെ കൂട്ടുകാർ നിന്നെ കൈവിട്ടാലും, ആ വീട്ടിലുള്ള പലരും നിന്നെ കൈവിട്ടാലും, സമൂഹം നിന്നെ കൈവിട്ടാലും, മരുഭൂമിയിൽ ഏകനായിരിക്കുന്ന വ്യക്തിയെ ഇന്ന് പകൽക്കാലം ആത്മാവ് നിന്നോട് പറയുകയാണ്, നിന്നെ കാണുന്നവൻ, എന്നെ കാണുന്നവൻ ഇവിടെയും എന്നെ കണ്ടു എന്ന് പറയുന്ന ആ ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകല് ഓ ജീസസ്, ഹൈലി റിജക്ഷൻ അനുഭവിക്കുന്ന, ഹൈലി റിജക്ഷനിലൂടെ കടന്നു പോകുന്ന, ഭർത്താവിന്റെ സ്നേഹം കിട്ടാത്ത, ഭാര്യയുടെ സ്നേഹം കിട്ടാത്ത, മക്കളുടെ സ്നേഹം കിട്ടാത്ത, കുത്തുവാക്കുകൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന, എന്തെല്ലാം നന്മ ചെയ്താലും ഒരു വാക്കുകൊണ്ട് പോലും ഒരു സ്നേഹമായി ഒരു വാക്ക് പറയാത്ത, ഹല്ലേലൂയ. ദൈവം പറയാ, ഏകനായി നിന്റെ സ്വന്തം സന്തതി കൊണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഭർത്താവുണ്ട്, ഇല്ലാത്തതുകൊണ്ടല്ല, സാധാരണ ഭർത്താവൊന്നല്ല, സൂപ്പർ ഭർത്താവാ. ആ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തനായ ദൈവത്തിൻ്റെ പ്രവാചകന്റെ ഭാര്യ ഇപ്പോൾ കൊച്ചിൻ്റെ കൈയും പിടിച്ച് അലഞ്ഞു തിരിഞ്ഞിറക്കിയ. പ്രൈസ്. അഡ്രസ് ഇല്ലാത്തവളല്ല, അഡ്രസ് ഇല്ലാതെ വന്നവളാ. പക്ഷേ ഇപ്പൊ പോകുമ്പോൾ വലിയ അഡ്രസ്സുള്ളവളാ. എത്ര വലിയ അഡ്രസ് ഉണ്ടായാലും ദൈവം കൈവിട്ടാൽ, മനുഷ്യൻ കൈവിട്ടാൽ നമ്മളൊന്നും അല്ലാതാകും. എൻ്റെ കുഞ്ഞിൻ്റെ കൈയും പിടിച്ച് അനാഥത്വത്തിൻ്റെ ഭാരവും പേറി പോകുന്ന വഴികളെല്ലാം നാട്ടുകാരെല്ലാം നോക്കി ചിരിച്ച്, ഓ വീട്ടിൽ വേലക്കാരിയായിട്ട് വന്നവളാ. അവൾ ചാടിക്കയറി ആ സാറെ ഓവർടേക്ക് ചെയ്ത് അബ്രഹാമിനെ അടിച്ചു മാറ്റി. കൊച്ചാ ഇപ്പോൾ കണ്ടോ, അവളെ അടിച്ചു വിട്ടു, അടിച്ചിറക്കി വിട്ടു. അവൾക്കത് വേണം. അവൾ അഹങ്കാരമാണ്, നികളവാണ്. മാനം മര്യാദയ്ക്ക് വീട്ടിൽ വന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ പോലെ അവൾക്ക് ഉടനെ യജമാനത്തിയാകണം അല്ലേ? ആൾക്കാരുടെയൊക്കെ ഡയലോഗ്, ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മളെക്കുറിച്ച് ആൾക്കാർ പറയുന്നത് പല രീതിയിലാണ്. മാനം മര്യാദയ്ക്ക് നിന്നാൽ പോലെ അവൾക്ക് ആ വീട്ടിൽ വന്ന് യജമാനത്തിയാകണം. ഇപ്പോൾ കണ്ടോ, ഒരു കൊച്ചിനെയും കൊണ്ടതാ കൈയും പിടിച്ച് നടന്നു പോവുക. ഈ ലോകം എന്തും പറഞ്ഞാലും, എന്തൊക്കെ നിന്നെ പറഞ്ഞാലും, ഇന്ന് കർത്താവ് പറയുകയാണ്, നിന്റെ മരുഭൂമിയിൽ നിന്റെ കൂടെ നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ ഇന്ന് ഈ ദിവസം എൻ്റെ ദൈവം ഇറങ്ങി വരാൻ പോവുകയാണ്. നീ ഒറ്റപ്പെട്ടവളാണോ, ഏകാകിനിയാണോ? ഒറ്റപ്പെട്ടവളാണോ, ഏകാകിനിയാണോ? നിന്റെ തലമുറയും നീയും മാത്രമേ ഇന്നുള്ളൂ. നിന്റെ കുഞ്ഞിൻ്റെ കയ്യും പിടിച്ച് നീ ഒരു ദേശത്തോട്ട് പുറപ്പെട്ടു പോവുകയാണ്. ആ ദേശത്തിൽ ചെല്ലുമ്പോൾ അവിടെ ആരും നിന്നെ സഹായിക്കാനില്ല. നീ ഭാരപ്പെടണ്ട. ദൈവം പറയുന്നു, നിന്നെ കാണുന്നവൻ അവിടെയുണ്ട്, നിന്നെ കാണുന്നവൻ അവിടെയുണ്ട്. ഇതിനു മുമ്പുള്ള നിന്റെ മരുഭൂമിയുടെ അവസ്ഥയിൽ, നിന്റെ വീട്ടിൽ നീ അനുഭവിച്ച കഷ്ടതയിൽ നിന്നെ കണ്ടവൻ അവിടെ നിന്നെ കൈവിടുകയില്ല. അവിടെ അവൻ ഇറങ്ങി വരും. ഹാഗറേ എന്നൊരു ശബ്ദം, കുഞ്ഞിന്റെ മരണം കാത്ത് കിടന്നവൾ കേൾക്കുന്ന ദൈവത്തിന്റെ ശബ്ദമാണ്. കർത്താവ് പറഞ്ഞു, നീ കണ്ണു തുറന്ന് നോക്ക്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചില സമയങ്ങളിൽ പ്രശ്നങ്ങൾ വന്നാൽ നമുക്ക് ദൈവത്തിൻ്റെ വിടുതൽ കാണാൻ പറ്റത്തില്ല. നമ്മുടെ ഹൃദയം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രശ്നങ്ങളെല്ലാം നിറഞ്ഞു കവിഞ്ഞൊഴുകുമ്പോൾ നിർവികാരികമായി മരവിച്ച മനസ്സുമായി കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നത് പോലും അറിയാതെ തകർന്ന ഉണങ്ങിയ ഹൃദയത്തോടെ ആ മരണം കാത്തിരിക്കുന്ന അമ്മയും മകനും അവരുടെ തൊട്ടു മുമ്പിൽ, കുഞ്ഞിൻ്റെ മുമ്പിൽ പൊട്ടിമുളച്ചു വന്ന ഒരു നീരുറവയെ കാണാൻ മറന്നുപോയി. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് പറയുക, നീ കാണാത്തൊരു ഉറവ നിന്റെ മുമ്പിലുണ്ട്. ഇന്ന് ആ ഉറവ പൊട്ടാൻ പോവുക.
ദൈവാത്മാവ് എന്നോട് പറയും, ഈ മെസ്സേജ് പറഞ്ഞ് തീരുമ്പോൾ ഞാൻ പറഞ്ഞു ആരംഭത്തിൽ, അവസാനം നിങ്ങൾക്കൊരു ഉറവ തുറക്കുമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. മരുഭൂമിക്കകത്ത് അമ്മയ്ക്കും കുഞ്ഞിനും ഇടയിൽ എൻ്റെ ദൈവം അവിടെ ഇറങ്ങി വന്നു. അവിടെ കിണറില്ല, പക്ഷെ ദൈവം ഭൂമിക്കടിയിൽ നിന്നും ആരും കാണാതെ ഇവർക്ക് വേണ്ടി മാത്രം ഒളിപ്പിച്ചു വെച്ച ഒരു ഉറവ. നിനക്കല്ലാതെ ഈ ഉറവ ലോകത്താർക്കും കൊടുക്കത്തില്ല ദൈവം. ഇത് നിന്റെ ഉറവയാ, ഇത് നിന്റെ ഉറവയാ. ഈ ഉറവ നിനക്ക് വേണ്ടി ഇന്ന് തുറക്കാൻ പോകുമ്പോൾ ഈ ഉറവ വേറെ ആർക്കും കൊടുക്കത്തില്ല. ഈ ഉറവ നിലയ്ക്കുന്ന ഉറവയല്ല, ഇത് ഒളിച്ചു വെച്ച ഉറവയാണ്. ഇതൊരു സീസണ് വേണ്ടി, പീരീഡായി. അതുകൊണ്ട് ആദ്യം ദൂതൻ ഇറങ്ങി അവളോട് പറഞ്ഞത്, തക്ക സമയം വരുമ്പോൾ ഞാൻ പറയാം, അന്ന് നീ കുഞ്ഞിന്റെ കൈയും പിടിച്ചിറങ്ങിക്കോ. ഞാൻ നിനക്ക് വേണ്ടി ഒരു ഉറവ തുറന്നു വച്ചിട്ടുണ്ട്. ഇന്നത് കാണാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ സമയമാകുമ്പോൾ അത് നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരും. ആ ഉറവയുടെ പ്രത്യേകത, നിന്റെ കുഞ്ഞിന്റെ ദാഹം തീർന്നാൽ ഉടനെ അത് അടഞ്ഞു പോകുന്ന ഉറവയല്ല, അത് ഒരിക്കലും അടയാത്ത ഒരു ഉറവ. ഒരിക്കലും അടയാത്ത ചില ഉറവകൾ ആത്മാവിൽ ഞാൻ കാണുന്നു. ഇന്ന് വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി ഇന്ന് കർത്താവ് പറയുക, ഒരിക്കലും അടയാത്ത ചില ഉറവകൾ, ഒരിക്കലും അടയാത്ത ചില ഉറവകൾ നിന്റെ തലമുറയ്ക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി കരയുന്ന മാതാവേ, ഭാവിയെ കുറിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ, ഒറ്റപ്പെട്ടവനായി ഏകനായി മരുഭൂമിയിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, ഇന്ന് പകൽ നിന്റെ നിലവിളിയും കരച്ചിലും കാണാൻ എന്റെ ദൈവം ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി ഒരു ഉറവയെ എന്റെ ദൈവം തുറക്കാൻ പോയ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? ഉറവ തുറക്കാൻ പോവുക കേട്ടോ, ഉറവ തുറക്കാൻ പോവുക. ഈ ദൂത് ആർക്കൊക്കെ വേണ്ടിയാണെന്ന് അറിയാമോ? ഈ ദൂത് ഒറ്റപ്പെട്ട് കിടക്കുന്നവർക്ക് വേണ്ടി, ഈ ദൂത് തലമുറയുടെ കണ്ണുനീരിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലർക്ക് വേണ്ടി. നിന്റെ തലമുറയുടെ ഭാവി എന്തായി തീരുമെന്ന് ആകുലപ്പെട്ടിരിക്കുന്ന മാതാവിനോടും പിതാ